അപ്പോട്ടാ വെള്ളം തീർന്നു. ആ മോട്ടർ ഒന്ന് ഓൺ ചെയ്തേ. അപ്പോട്ടാ 10-ന്റെ ട്രെയിൻ പോയി. ബാങ്കിൽ പോകുന്നില്ലേ? അതെ, എനിക്കിന്ന് KSB പോവാം. ഞാൻ നാളെ പോയിക്കോളാം. കാണിച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ? നിങ്ങളുടെ അച്ഛനെ കൊണ്ട് ഞാൻ മടുത്തു. ഈ വീട് മുഴുവൻ മുള്ളി നടക്കുക. ഡേപ്പർ ഇടാൻ പറഞ്ഞാൽ കേൾക്കില്ല. മനുഷ്യനെ വല്ല കുഷ്ഠരോഗം പിടിക്കും. അതിനു മുമ്പ് വല്ലതും ചെയ്തോണം. ഈ വീട് വൃത്തിയാക്കുന്നതും അച്ഛൻ്റെ കാര്യങ്ങളും നോക്കുന്നതും എല്ലാം ഞാനല്ലേ? എടി, 6ഉം 60ഉം ഒരുപോലെയാ. അത് നീ മനസ്സിലാക്കണം. നമുക്കെല്ലാവർക്കും പ്രായമാകും. പാറ വിഷമിക്കണ്ട, ഞാൻ തുടച്ച് വൃത്തിയാക്കിക്കോളാം. അയാളുടെ തീട്ടവും മൂത്രവും കോരി നടക്കുന്നത് കാണുമ്പോൾ നിങ്ങളെ എനിക്ക് അറപ്പാണ്, വെറുപ്പാണ്. എടി പാറു, പ്രായമാകുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതെല്ലാം നമ്മൾ ക്ഷമിച്ചും സഹിച്ചും ജീവിക്കണം. അതാണ് ഒരു ജീവിതം എന്ന് പറയുന്നത്. മോനെ, എൻ്റെ മരുന്നെല്ലാം തീർന്നു. ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. മോള് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. നിങ്ങളല്ലാതെ വേറെ ആരാ എനിക്കുള്ളത്? അച്ഛാ, അവള് പറയൊന്നും അച്ഛൻ കാര്യമാക്കണ്ട. അച്ഛനറിയാലോ അവളെ. ദേഷ്യം വരുമ്പോ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത്, അത്രേ ഉള്ളൂ. ഞാനേ വെറുതെ പറഞ്ഞൊന്നും അല്ല. അച്ഛന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. എടുത്തില്ലെങ്കിലുണ്ടല്ലോ, ഞാനും മക്കളും കൂടി എന്റെ വീട്ടിലേക്ക് പോകും. ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് ഭാരമായി ജീവിക്കില്ല. നിങ്ങൾ സുഖമായി ജീവിച്ചോളൂ. ഞാനിത് ആലോചിക്കുക അതിനോട്ട് കുറച്ച് കാലങ്ങളായി. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? എങ്ങോട്ട് പോകുന്ന കാര്യം? എന്നെപ്പോലുള്ളവർക്ക് താമസിക്കാൻ കടത്തിണ്ണയോ റെയിൽവേ സ്റ്റേഷനോ ബസ് സ്റ്റാൻഡോ ഒക്കെ ഉണ്ട്. ഈ ഭൂമിയിൽ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടാവും. നമ്മളെ വേർപെടുത്താൻ ആർക്കും കഴിയില്ല. ഈ വീടേ എന്റെ അച്ഛൻ എനിക്ക് വാങ്ങിച്ചു തന്നതാ, അല്ലാതെ നിങ്ങളുടെ സമ്പാദ്യമൊന്നും അല്ല. അച്ഛനെ വേണമെങ്കിൽ എവിടെയാ കൊണ്ടാക്ക്, അതായിരിക്കും നല്ലത്. പാറു, നീ എന്തൊക്കെയായി പറയണമെന്ന് നിനക്കറിയാവോ? നിനക്ക് എന്നാടി ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്ത. ഈ ഭ്രാന്ത് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇയാളെ എവിടെയെങ്കിലും കൊണ്ടുചെന്ന് ആക്ക്, എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നാ മതി. ഇല്ലെങ്കിൽ ഞാൻ വല്ല വിഷം കൊടുക്കും. മോളെ, ഞാൻ പോവുകയാണ്. ഒരിക്കലും തിരിച്ചു വരില്ല. നിക്കച്ച, ഞാനും വരാച്ചോ. അച്ഛന് വേണ്ടാത്ത ഈ വീട്ടില് ഞാനും നിൽക്കുന്നില്ല. നമുക്ക് പോകാം. എന്നാ ഇതും കൂടെ കൊണ്ടുപോക്കോ. മോളെ, അവരെ തിരിച്ചു വിളിക്കേ. എന്റെ പട്ടി വിളിക്കും. അയാൾ പോയത് നന്നായി, ഇല്ലെങ്കിൽ ഞാൻ ഒലക്കൊക്കെ അടിച്ചു കൊന്നേനെ. പാറു, നീ ചെയ്യുന്നത് ശരിയല്ല. ശരിയും തെറ്റും നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാനേ കുടുംബത്തിൽ പറഞ്ഞവളാ. ഒന്ന് ഉറക്കെ സംസാരിച്ചാൽ കൂടിക്കൊള്ളും ആൾക്കാര്.
പാറു, ഞാനാ മായ. അച്ഛനെയും താങ്ങിപ്പിടിച്ച റെയിൽവേ പാളത്തിലൂടെ അപ്പു നടക്കുന്നത് കണ്ടല്ലോ. എന്തു പറ്റി? അപ്പേട്ടാ, അച്ഛാ, എനിക്ക് മോപ്പതാ. ഞാൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല അച്ഛാ. ആപ്പോട്ടാ, എന്നോട് ക്ഷമിക്കാം ആപ്പോട്ടാ. ഞാൻ ആപ്പോട്ടന്റെ പാറയല്ലേ ആപ്പോട്ടാ. എനിക്ക് മാപ്പ് വന്ന് പാറ ആപ്പോട്ടാ. നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. പ്ലീസ് ആപ്പോട്ടാ, ക്ഷമിക്കേ. നിങ്ങൾക്ക് എന്നെ വേണ്ടല്ലോ. ഞാൻ പാറു 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 ഓടരുത് ഓടരുത്.